ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് എനിക്കൊരു വെഡിങ്ങിൻ്റെ റിസപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും കൂടിയാണ് റിസപ്ഷന് പോകുന്നത്. അപ്പോൾ റിസപ്ഷൻ മാത്രമല്ല, റിസപ്ഷൻ പോയിട്ട് ടൈം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ വല്യമ്മയുടെ വീട്ടിൽ കൂടി പോകും. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. ഞാൻ പോയി റെഡി ആയിട്ട് വരാം. ഇപ്പോൾ തന്നെ ടൈം കുറച്ച് ലേറ്റായിട്ടുണ്ട്. ഞാൻ ഈ ടോപ്പായിരുന്നു. ഈ ടോപ്പെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ടോപ്പാണ്. ചെന്നു അമ്മയുടെ അലമാരയിൽ ഇരിക്കണം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ എടുത്തു. അമ്മ ഈ കൈ കുറച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കൈക്ക് വണ്ണമുണ്ട്, അമ്മയ്ക്ക് വണ്ണം നല്ല കുറവാണ്. അപ്പോൾ കൈ കുറച്ച് ഞാൻ അടിച്ചിട്ടുണ്ടെന്ന് ഞാൻ പിരിത്തിട്ടാണ്. അപ്പോൾ എനിക്ക് കറക്റ്റ്. അപ്പോൾ ഞാൻ എന്തായാലും പോയി റെഡി ആയിട്ട് വരാം. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഡ്രസ്സ്. എൻ്റെ ഡ്രസ്സല്ല, അമ്മയുടെ ഡ്രസ്സ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ താഴത്തെ വീട്ടിലോട്ട് പോകണം. താഴത്തെ വീട്ടിലോട്ട് പോയിട്ട് അമ്മേനെ പിക്ക് ചെയ്യണം. അമ്മേനെ പിക്ക് ചെയ്തിട്ട് നമ്മൾ അതുവഴി കല്യാണത്തിന് പോകും. അങ്ങനെ ഞാൻ നേരെ താഴെ വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് അമ്മ റെഡി ആയിട്ടില്ല. അമ്മ ഇന്ന് വരെ ലേറ്റാകും. അപ്പോൾ എവിടെ പോയാലും ഞാനാണ് ലേറ്റാകുന്നത്. അപ്പോൾ ഇപ്പോൾ അമ്മ ലേറ്റ് ആയതുകൊണ്ട് ഞാനതും പറഞ്ഞ് അമ്മയോട് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ കഥ അടച്ചിറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്തെത്തി. ഞങ്ങൾ വന്നപ്പോൾ സന്ധ്യയായിരുന്നു. നല്ല തിരക്കായിരുന്നു. നല്ല വലിയ ഓഡിറ്റോറിയം കാര്യങ്ങളായിരുന്നു. വെൽക്കം ഡ്രിങ്ക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. പക്ഷേ അവിടെ നിന്നൊന്നും കഴിച്ചില്ല. അവിടെ നല്ല തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും ഉള്ള സ്ഥലത്തോട്ട് പോയി. ആ ഗിഫ്റ്റൊക്കെ കൊടുത്ത് എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് പോയി. ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം പോയി കഴിക്കാനുള്ള പറ്റത്തില്ലായിരുന്നു. ഫുൾ തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഒരു പൊറോട്ട, ഫ്രൈഡ് റൈസ്, ബിരിയാണി, ചിക്കൻ കറി, ബീഫ്, ചിക്കൻ ഫ്രൈ, സാലഡ്, ഇതൊക്കെയാണ് ഞാൻ എടുത്തത്. പിന്നെ അവിടെ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. പാസ്ത, ഷവർമ, പിന്നെന്താ കപ്പ, മീൻകറി, മീൻ ഫ്രൈ, ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് കഴിച്ച് കഴിഞ്ഞ് കൈ കഴുകി. അപ്പോൾ അവിടെ ഒരു മിറർ, അതിലോട്ട് നോക്കി. പിന്നെ ഐസ്ക്രീം കഴിച്ച്. എന്നിട്ട് ഞങ്ങൾ വല്യമ്മയുടെ വീട്ടിലോട്ട് പോയി. വല്യമ്മയുടെ വീട് കുറച്ച് നടന്നു പോകാനുണ്ട്. റോഡ് സൈഡിൽ നിന്ന് വയലിൻ്റെ സൈഡ് വരെ കുറച്ച് നടന്നു പോകാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഇരുട്ടായതുകൊണ്ട് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടന് ഞങ്ങളിവിടെ വല്യമ്മയുടെ വീട്ടിലോട്ട് പോയി. പിന്നെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. സ്കൂട്ടിയിലാണ് പോയത്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ നല്ല ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഞാൻ അമ്മയെ താഴത്തെ വീട്ടിലാക്കിയപ്പോഴത്തേക്കും അച്ഛൻ വീട്ടിൽ വന്നിട്ട് അച്ഛനും ഫ്രണ്ട്സുമായിട്ട് കാറും കൊണ്ട് പോയി. അച്ഛനും കല്യാണത്തിന് പോയതായിരിക്കണം. എന്നിട്ട് അമ്മേനെ അവിടെ ആക്കിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. കഥകൊക്കെ തുറന്നു, അകത്ത് കയറി. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റണം, ഫ്രഷ് ആവണം. ഇതൊക്കെയാണ് ഇനിയുള്ള പരിപാടി. അപ്പോൾ ഞാൻ വന്ന് ഒന്ന് മിററിൽ നോക്കി. പോയപ്പോഴുള്ള കോലമാണോ വന്നപ്പോഴും ഒന്ന് അറിയണമല്ലോ. എന്നിട്ട് ഞാൻ ഫ്രഷായി. ഇനിയിപ്പോൾ ഞാൻ ഇനിയും താഴത്തെ വീട്ടിൽ പോകും. ഞാൻ താഴത്തെ വീട്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബായ്.